ഇന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം. 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീനാക്കി എടുക്കാം. ഇത് ക്ലീനാക്കി എടുത്തപ്പോഴേക്കും 600 ഗ്രാമോളമായി. ഇതിന്റെ പുറത്ത് കാണുന്ന കറുത്ത നൂല് പോലുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ചെമ്മീൻ കിട്ടുകയാണ് അതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതിന്റെ മസാല ഉണ്ടാക്കുമ്പം കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കൈകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി ഇത് കുറച്ച് നേരത്തേന് അടച്ച് മാറ്റി വെക്കാം. ഇനിയും ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള അരി എടുക്കാം. ജീരകശാല റൈസ് വെച്ചാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ സ്റ്റീൽ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 750 ഗ്രാം അരിയുണ്ടിത്. ഇനി അരി നന്നായി കഴുകി അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ചെറിയ കഷ്ണം പട്ടയും 1/4 ടീസ്പൂൺ സാജീര, ചെറിയൊരു കഷ്ണം ജാതിക്കയും 5-6 ഗ്രാമ്പൂവും 2 ഏലക്കയും 1/2 ടീസ്പൂൺ കസ്കസും പിന്നെ ചെറിയൊരു പീസ് ജാതിപത്രിയും കൂടെ എടുക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. മൂപ്പിച്ചൊന്നും എടുക്കണ്ട. ഇതൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം ചൂടാക്കിയെടുക്കാം. ഇപ്പം ഇത് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇനി ബിരിയാണി ചേർക്കാനുള്ള ഉള്ളിയും കാഷ്യൂനട്ടും വറുത്ത് കോരി മാറ്റി വെക്കാം. അതിനായി 2 സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിവിടെ വറുത്ത് കോരിയെടുക്കാം. ഉള്ളി വറക്കുമ്പോൾ ഇതുപോലൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ കോരിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് കൈകൊണ്ടൊന്ന് നിരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കരിഞ്ഞു പോകത്തില്ല. നല്ല ക്രിസ്പി ആയിട്ടിരുന്നോളും. ഇനി എണ്ണയിൽ തന്നെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ വറുത്തെടുക്കാം. ഇനി ചെമ്മീനിലേക്കുള്ള മസാല തയ്യാറാക്കാനായി 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളകാണ്. പിന്നെ 10-15 അല്ലി വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും. ഇത് ഇത്രയും ചതച്ചെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലിട്ട് കൊടുക്കാം. ബിരിയാണിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിൽ നല്ലത് ഇതുപോലെ ചതച്ച് ചേർക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മൂത്തൊന്നും പോകണ്ട, വഴണ്ടി വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർക്കാം. ഇത് 6 സവോള കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഈ സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർക്കാം. കുറച്ച് നല്ലോണക്ക് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സവോള കുറച്ച് അധികം ചേർത്താലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ സവോള വഴണ്ടി വന്നപ്പോഴേക്കും നേരെ പകുതി ആയിട്ടുണ്ട്. എണ്ണ കുറച്ചുകൂടെ വേണം തോന്നി, അതുകൊണ്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് പതുക്കെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഈ പൊടിവർഗ്ഗങ്ങളൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടെ ചേർക്കാം. അതോടൊപ്പം കുറച്ച് പുതിനയിലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. കുറച്ച് നേരം ക്യാമറ ഓണാക്കാൻ മറന്നുപോയായിരുന്നു. 2 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നന്നായി വഴറ്റിയതിന് ശേഷമാണ് ചെമ്മീൻ മസാലയിലിട്ടിടുന്നത്. ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനോട് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. ഞാനിത് എണ്ണ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടെ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ രുചി കൂടത്തേ ഉള്ളൂ. തീ കുറച്ച് വെച്ച് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. ഇതുപോലെ ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച മസാലപ്പൊടിയെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം ബിരിയാണിയിലേക്ക് വേണ്ടുന്ന ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടച്ചു വെക്കാം. ദം ഇടുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി റൈസ് ഉണ്ടാക്കാനായി ഒരു ചരുവ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഉള്ളി കാഷ്യൂനട്ടൊക്കെ വറുത്തെടുത്തതിൻ്റെ എണ്ണയുടെ ബാക്കിയായി ഇത് അരക്കപ്പോളം കൊണ്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പട്ടയും ബേ ലീവ്സ്, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇതെല്ലാം ചേർത്ത് ചെറുതായി ചൂടായി വരുമ്പം നേരത്തെ എടുത്ത് മാറ്റി വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് 1 ടീസ്പൂണും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇതോടൊപ്പം 1 ടീസ്പൂൺ നെയ്യൂടെ ചേർക്കാം.
ഇനി അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. മൊത്തം 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ അരമുറിയും കൂടി ഇതിൽ പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം. ഇപ്പം ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. വെള്ളം തിളയ്ക്കൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം. അപ്പം തിളപ്പിക്കാൻ വെച്ചിട്ട് മാറിപ്പോകരുത്. ഇനി അടച്ചു വെക്കാം. അരി തിളച്ച് കഴിഞ്ഞ് അധിക നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോവുകയും അരി ശരിക്കും വെന്ത് കിട്ടാതിരിക്കുകയും ചെയ്യും. നന്നായി തിള വന്നാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം. ഇനി ഈ അരി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞുനുള്ളി കുങ്കുമപ്പൂ കൂടെ ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂ എൻ്റെ കയ്യിലിപ്പം ഉള്ളതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇതിന് പകരം കുറച്ച് പാലോ വെള്ളമോ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. റൈസും വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഈ ആവിയിലിരുന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ പാകത്തിന് അരി വെന്തിട്ടുണ്ട്. ചോറ് കട്ട പിടിച്ചിട്ടൊന്നുമില്ല. ചോറൊക്കെ നന്നായിട്ട് ഒലന്ന് കിടക്കുന്നുണ്ട്. ഇത് കിടക്കുന്ന ഹഡ മസാലകളൊക്കെ ഇനി അങ്ങ് പറക്കി കളയാം. ഈ ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ദമ്മിടാൻ പോകുന്നത്. ഞാനിപ്പം റൈസ് ഉണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെ ദമ്മിടാൻ പോകുന്നത്. അതിനായി ചെമ്മീൻ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീൻ മസാല കുറച്ച് ചാറോടും ഗ്രേവിയോടും കൂടെ തന്നെ വേണം ഇരിക്കാൻ. എന്നിട്ട് തവി കൊണ്ട് എല്ലായിടത്തും ആകുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് 3 ലെയറായിട്ടാണ് ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലേക്ക് കാഷ്യൂനട്ടും ഉള്ളി വറുത്തതും മല്ലിയിലയും പുതിനയിലയും കുങ്കുമപ്പൂ പാലിൽ ചാലിച്ച് വെച്ചത് 2 ടീസ്പൂണും കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അടുത്ത ലെയറും റൈസ് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്യാം. മൂന്നാമത്തെ ലെയർ റൈസ് കൂടെ ഇട്ട് കൊടുക്കാം. ബിരിയാണി വിളമ്പിയതിന് ശേഷം അതിന് മുകളിൽ ഇട്ട് കൊടുക്കാനായി കുറച്ച് കാഷ്യൂനട്ട് ഓണിയനും മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള കാഷ്യൂനട്ട് ഉള്ളി വറുത്തതെല്ലാം ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ കുങ്കുമപ്പൂ പാലിൽ ചാലിച്ചതിൽ 2 ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. അവസാനമായി 2-3 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഇനി ഇത് ദം ചെയ്ത് വരുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇതിന് മുകളിലോട്ട് നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി 2 നുള്ളു മസാലപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി തവ നന്നായിട്ട് ചൂടായി വരുമ്പം റൈസ് ഈ തവയുടെ മുകളിലോട്ട് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലോട്ടാക്കി 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഈ ചൂടിലിരുന്ന് 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. ഇപ്പം സമയം ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ആർക്കും ഇവിടെ ഇല്ല. അതുകൊണ്ട് വിളമ്പുക. ആദ്യം റൈസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ ചെമ്മീൻ വെച്ച് കറി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പെട്ടെന്നത് ബിരിയാണിയിലോട്ട് മാറിപ്പോയതാ. അതുകൊണ്ട് ഉണ്ടാക്കി വന്നപ്പോഴത്തേനും കുറേ ലേറ്റായിപ്പോയി. സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 1/4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം വിളമ്പാൻ. അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.